എപ്പിസോഡ് ഓപ്പൺ സീനിൽ ഇപ്പോൾ വലിയൊരു പട്ടണം കാണിക്കുകയാണ്. രാത്രിയിൽ അവിടേക്ക് വലിയൊരു മോൺസ്റ്റർ വന്ന് ആ ഒരു പട്ടണമാണെങ്കിൽ മുഴുവനായിട്ടും അങ്ങനെ തകർക്കുകയാണ്. ജനങ്ങളെല്ലാവരും പരിഭ്രാന്തരായി നാനാഭാഗത്തേക്ക് ഭയന്നോടും. ആ ഒരു മോൺസ്റ്റർ അതിൻ്റെ ലേസർ ബീം പവർ ഉപയോഗിച്ചുകൊണ്ട് ബിൽഡിങ്ങുകളെല്ലാം തകർത്തിടും. അവിടെ മുഴുവൻ തീ അങ്ങനെ കത്തിക്കുകയാണ്. അടുത്ത നിമിഷം ആ ഒരു വലിയ ഫയറിൽ നിന്ന് ഫോർത്ത് ക്ലവർ ബുക്ക് അതങ്ങനെ ഉയർന്നു വരികയാണ്. ആ ഒരു ഫോർത്ത് ക്ലൗൺ ഗ്രേവിയർ അതിൻ്റെ ഉടമസ്ഥനായ വിസാർഡ് ആണെങ്കിൽ ഇപ്പോൾ അവൻ്റെ മുൻപിലേക്ക് കടന്നു വരികയാണ്. അവൻ ആ ഗ്രേവിയർ ആണെങ്കിൽ കയ്യിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ ആ മോൺസ്റ്ററിനോട് പറയും, നിന്നെ ഇല്ലാതാക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്, ഉറപ്പായാലും നിന്നെ ഞാൻ തകർക്കുമെന്ന് പറഞ്ഞ് അവിടെ വലിയൊരു ഐസ് കട്ട ക്രിയേറ്റ് ചെയ്ത് തീ അണയ്ക്കും. അതിനുശേഷം ഇപ്പോൾ ആ വില്ലന്റെ നേർക്ക് പാഞ്ഞു വരികയാണ്. അത് കണ്ട് കൺട്രോൾ പോയ ആ ഒരു മോൺസ്റ്റർ വില്ലനാണെങ്കിൽ വില്ലേജിന് നേരെ വലിയ തണ്ടറും ലൈറ്റ്നിങ്ങും പവറൊക്കെ ഉപയോഗിച്ച് അതങ്ങനെ തകർത്തു കൊണ്ടേയിരിക്കും. വിസാർഡിനാണെങ്കിൽ അത് കണ്ട് സഹിക്കില്ല. ഉടനെ ആ ഒരു ഗ്രേവിയർ ബുക്ക് ഉപയോഗിച്ച് വലിയൊരു സ്വാഡ് അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വിസാർഡ് ആണെങ്കിൽ ഇപ്പൊ ആ ഒരു മോൺസ്റ്ററിന്റെ ബോഡിയിൽ അതങ്ങനെ കുത്തി ഇറക്കുകയാണ്. സ്വാഡിന്റെ അറ്റാക്കിൽ ആ മോൺസ്റ്റർ അത് പൂർണ്ണമായിട്ട് ഇല്ലാതായി ആ ഒരു വലിയ പട്ടണത്തെ ഇപ്പൊ അവൻ സേവ് ചെയ്യും. ആ ഒരു മോൺസ്റ്ററിനെ ഇല്ലാതാക്കിയ ഈ ഒരു ശിലയിലുള്ള ആളാണ് ഫോർത്ത് ക്ലവർ വിസാർഡ്. അവൻ ഇല്ലാതാക്കിയ ആ ഒരു മോൺസ്റ്ററിന്റെ തലയോട്ടിയാണ് ആ കാണുന്നത്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇപ്പൊ ഗ്രാമത്തിന് പുറത്തുള്ള ആ വലിയ കൊട്ടാരം കാണിക്കും. അവിടെയാണെങ്കിൽ ഇപ്പൊ വലിയൊരു ഉത്സവം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പാട്ടും ആട്ടവും ഡാൻസും എല്ലാം തന്നെ അവിടെ ഉണ്ട്. ഇപ്പൊ ആ പാലസിലേക്ക് ഒരു വലിയ വിസാർഡ് കിങ് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തെ സ്വീകരിക്കാനാണ് ഇത്രയും വലിയൊരു പാർട്ടി അവിടെ നടക്കുന്നത്. അതുമാത്രമല്ല, അദ്ദേഹത്തെ സ്വീകരിക്കാനും അതുപോലെ തന്നെ അവരുടെ നന്ദി അറിയിക്കാനും അവിടേക്ക് 9 രാജാക്കന്മാരൂടെ ഇപ്പോ വന്നുകൊണ്ടിരിക്കുകയാണ്. കട്ട് ചെയ്ത ഇപ്പൊ ഈവനിങ് നമ്മുടെ പോരാളി ആസ്തയെ കാണിക്കും. ആസ്തയാണെങ്കിൽ വിട്ടുകൊടുക്കാതെ ട്രെയിനിങ് എടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പൊ അവൻ ആഗ്രഹിച്ചതുപോലെ പ്രീമിയർ ബുക്ക് അത് കിട്ടിക്കഴിഞ്ഞു. അതും എല്ലാവരെ കഴിഞ്ഞു പവർഫുള്ളായ ബുക്കാണ്. ലക്ഷ്യം അത് വലുതാണ്, അതിലേക്ക് എത്താൻ കഠിനാധ്വാനം ആവശ്യമാണെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ട്രെയിനിങ് നിർത്താതെ എടുത്തുകൊണ്ടേയിരിക്കും. അവനാണെങ്കിൽ ആ സ്പെഷ്യൽ വാട്ടർ കുടിച്ചും അതുപോലെ തന്നെ ചില പച്ച ഇലകളൊക്കെ അരച്ച് ജ്യൂസൊക്കെ കുടിച്ച് അവന്റെ പവർ അങ്ങനെ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പൊ ദൂരത്തായിട്ട് ആരോ അവനെ ശ്രദ്ധിക്കുന്നുണ്ട്. അവനാണെങ്കിൽ തിരിഞ്ഞു നോക്കും, ആരെയും കാണാനായിട്ട് കഴിയില്ല. വീണ്ടും ആ സ്വാഡ് എടുത്ത് അവനങ്ങനെ ട്രെയിനിങ് നടത്തുമ്പോൾ മറ്റൊരു ഭാഗത്ത് അവന്റെ ബ്രദർ ആളും ഇപ്പൊ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു പാറയെ തന്നെ അവന്റെ പവർ ഉപയോഗിച്ച് അവൻ തവിട് പൊടിയാക്കും. യൂനോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ആസ്തയെ ആലോചിക്കും, നീ ഇപ്പോൾ ട്രെയിനിങ് എടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് പറയും. കട്ട് ചെയ്ത ചർച്ചിലാണെങ്കിൽ ഇപ്പോൾ ഒരു എൽഡർ വന്നിരിക്കുകയാണ്. ഫാദർ ആണെങ്കിൽ അദ്ദേഹത്തോട് പറയും, ആസ്തയ്ക്ക് പവർ ഇല്ലാത്തതുകൊണ്ട് തന്നെ അവൻ വളരെ വേഗം ഇവിടേക്ക് എത്തും. ഉടനെ ആ എൽഡർ ആണെങ്കിൽ 5 ക്ലവർ ഗ്രിവിയറിനെ കുറിച്ച് സംസാരിക്കാനായിട്ട് തുടങ്ങും. പക്ഷേ അത് കംപ്ലീറ്റ് ആക്കാതെ തന്നെ അദ്ദേഹം സ്റ്റോപ്പ് ചെയ്യുകയാണ്. അങ്ങനെ സീൻ കട്ട് ചെയ്ത ഇവിടെ ഈവനിങ് ആവുമ്പോൾ ആസ്തയും അതുപോലെ തന്നെ അവന്റെ ബ്രദറും അവർ രണ്ടുപേരും ട്രെയിനിങ് ഒക്കെ അവസാനിപ്പിച്ച് ഇപ്പോൾ ചർച്ച് ലക്ഷ്യമാക്കി ഉഷാറായിട്ട് ഓടുകയാണ്. അവരാണെങ്കിൽ തിരികെ ചർച്ചിലേക്ക് പോകുമ്പോഴും മത്സരം വെക്കും, ആരാണ് ആദ്യം ചർച്ചിലേക്ക് എത്തുക എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും മത്സരിച്ച് ഓടി വന്ന് ഇപ്പോൾ ഒരേ ടൈമിൽ ചർച്ചിന് മുൻപിലേക്ക് വരികയാണ്. ആസ്തയാണെങ്കിൽ കുട്ടികളോട് ചോദിക്കും, ആരാണ് ഫസ്റ്റ് ചർച്ചിലേക്ക് വന്നത്. അതിനാ കുട്ടികൾ പറയും, നിങ്ങൾ രണ്ടുപേരും ഒരേ സമയത്ത് തന്നെയാണ് ഇവിടേക്ക് എത്തിയത്. ആസ്തയ്ക്കാണെങ്കിൽ അത് ഒട്ടും ഇഷ്ടപ്പെടില്ല, നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിച്ചിട്ടില്ല, ഞാനാണ് ഇവിടേക്ക് ആദ്യം എത്തിയെന്ന് പറയും. എങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചർച്ചിനുള്ളിലേക്ക് ആരാണ് ആദ്യം എത്തുക നോക്കാന്ന് പറഞ്ഞ് ആസ്തയാണെങ്കിൽ ഡോറ് തുറന്ന് ഓടാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുമ്പോൾ അവന്റെ ബ്രദർ ആണെങ്കിൽ ഇപ്പൊ അവന്റെ പവർ ഉപയോഗിച്ച് ആസ്തയെ അങ്ങനെ പറത്തുകയാണ്. ആസ്തയാണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് ഇത് ശരിക്കും ഒരു ഫ്രോഡ് ഗെയിമാണ്, ഇങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്ന് പറയും. യൂണോ മെച്ചൂർഡായിട്ടുള്ള ഒരു വലിയ പയ്യനാണെങ്കിലും ആസ്തയുടെ അടുത്ത് അവൻ എപ്പോഴും തമാശ കളിക്കുന്നു പറഞ്ഞ് എല്ലാവരും ചിരിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഇപ്പൊ എല്ലാവരും സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ആസ്തയാണെങ്കിൽ ഉറക്കത്തിൽ സ്വപ്നം കാണുന്നത് എല്ലാവരെ കഴിഞ്ഞും വലിയ ഒരു മന്ത്രവാദി ആവണമെന്നാണ്, ഒരു വലിയ വിസാർഡ്. അപ്പൊ ലോങ് ഷോട്ടിൽ നാഷ് എന്ന് പറയുന്ന ഒരു പയ്യൻ അവനങ്ങനെ വിളിച്ചു പറയുന്ന കാര്യങ്ങളെല്ലാം കേട്ട് അവനെ തന്നെ നോക്കുകയാണ്. കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ആസ്തയാണെങ്കിൽ ട്രെയിനിങ് എടുക്കുമ്പോൾ ആരോ അവന്റെ തൊട്ട് പിന്നിൽ വന്ന് നിൽക്കുന്നതായിട്ട് അവന് മനസ്സിലാവും. ഈനോ, ഇത് നീയാണെന്ന് എനിക്ക് അറിയാമെന്ന് പറഞ്ഞ് ആസ്ത തിരിഞ്ഞു നോക്കുമ്പോൾ ആ പയ്യനായിരിക്കും അവന്റെ തൊട്ടുപുറയിലുണ്ടാവുക. ഉടനെ ആസ്തയാണെങ്കിൽ നീ എന്തിനാ ഇവിടേക്ക് വന്നേ ചോദിക്കും. അതിനവൻ പറയും, നീ ഈ വിഡ്ഢിത്തരം ചെയ്യുന്നത് കണ്ട് നിന്നെ സമാധാനിപ്പിക്കാനാണ്, നിനക്ക് ഒരു പവറും ഇല്ലായിട്ടും നീ വീണ്ടും വീണ്ടും ഇങ്ങനെ കഷ്ടപ്പെടുകയാണ്. അതിന് ആസ്തയാണെങ്കിൽ അവനോട് പറയും, എനിക്കും ക്രീമിയർ കിട്ടിക്കഴിഞ്ഞു, എനിക്ക് പവറൊക്കെ ഉണ്ട്. പക്ഷെ ആ പയ്യനാണെങ്കിൽ അത് വിശ്വസിക്കാൻ തയ്യാറാവാതെ ആസ്തയെ സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് കേട്ട് ഈ ആസ്ത ഇറിറ്റേറ്റഡായി അവരെ പഞ്ച് ചെയ്യാൻ തുടങ്ങും. അവനാണെങ്കിൽ ആ പയ്യനെ തട്ടി മാറ്റി വലിയ സ്വാഡ് എടുത്ത് ഒരു പാറ എങ്ങനെ തകർക്കുകയാണ്. ആ പയ്യനാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഇപ്പൊ നിനക്ക് ബോധ്യപ്പെട്ടോ എന്റെ പവർ അത് എത്രത്തോളം ആണെന്ന്. അത് കേട്ട് ആ പയ്യനാണെങ്കിൽ അത്ഭുതപ്പെടുകയാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത ഫാദർ ആണെങ്കിൽ ഇപ്പൊ എല്ലാ കുട്ടികൾക്കും വേണ്ടി നല്ല അടിപൊളി ഫുഡൊക്കെ റെഡിയാക്കിയിരിക്കുകയാണ്.
യുവനോയോടും അതുപോലെ തന്നെ ആസ്തയോടും പറയും, ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും മെച്യൂർ ആയിട്ടുള്ള കുട്ടികൾ നിങ്ങളാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് ഇനി നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോയി ജീവിക്കാം. വലിയ വലിയ മത്സരങ്ങളിൽ നിങ്ങൾക്ക് ധാരാളമായിട്ട് പങ്കെടുക്കാം. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മറക്കരുത്, ഇതാണ് നിങ്ങളുടെ വീട്. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇവിടേക്ക് വരാം. നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഇവിടെ ജീവിക്കാം. അത് കേട്ട് ആസ്തയ്ക്കും ഇനോയ്ക്കും ഒരുപാട് വിഷമം തോന്നും. ആസ്തയാണെങ്കിൽ വിളിച്ചു പറയും, തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വിസാർഡ് കിങ് ആവും. അതിനുശേഷം ഞാൻ തിരികെ വന്ന് സിസ്റ്റർ ലില്ലിയെ ഞാൻ മാരി ചെയ്യും. അത് കേട്ട സിസ്റ്റർ ആണെങ്കിൽ ഇപ്പോൾ വാട്ടർ പവർ ഉപയോഗിച്ച് അവനെ പഞ്ച് ചെയ്ത് താഴെ ഇടുകയാണ്. ആസ്ത പറയുന്ന ആരും കാര്യമാക്കേണ്ട ആവശ്യമില്ല. അവനെപ്പോഴും എങ്ങനെയാണ് അരപ്പിരി പോയ ചെക്കൻ. കുഞ്ഞുങ്ങളാണെങ്കിൽ പേടിച്ചിരിക്കുന്നത് കാണുമ്പോൾ സിസ്റ്റർ ആണെങ്കിൽ അവരെ സമാധാനിപ്പിക്കുകയാണ്. ഈ ആഹാരം എല്ലാം നിങ്ങൾക്കുള്ളതാണ്, ഇഷ്ടം പോലെ നിങ്ങൾക്ക് കഴിക്കാമെന്ന് പറയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ ഇപ്പോൾ ഫാദറും സിസ്റ്ററും ആണെങ്കിൽ ഈനോയും അതുപോലെ തന്നെ ആസ്തയും അവർ രണ്ടുപേരെയും എക്സാം എഴുതാനായിട്ട് പറഞ്ഞയക്കുകയാണ്. ഇത് നിങ്ങളുടെ ഫസ്റ്റ് എക്സാമാണ്. ഇത് നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്ത നിങ്ങളുടെ ലൈഫ് അത് വേറെ ലെവലിൽ മുൻപോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് പറയും. ആസ്തയാണെങ്കിൽ ആ നാഷ് പയ്യനെ മോട്ടിവേറ്റ് ചെയ്ത് അവർ രണ്ടുപേരും കടന്നു പോവാണ്. സിസ്റ്റർ ലില്ലി ആണെങ്കിൽ ഒരുപാട് സന്തോഷത്തോടു കൂടെ അവരെങ്ങനെ നോക്കി നിൽക്കും. ചെറിയ കുട്ടികളായിരുന്ന ഇവർ എത്ര പെട്ടെന്നാണ് വളർന്ന് മിടുക്കന്മാരും ഇത്രയും വലുതായി മാറിയത്. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് നിറ കണ്ണുകളോടുകൂടെ അവരെ രണ്ടുപേരെയും നോക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത സിസ്റ്റർ ആണെങ്കിൽ ഒരു ഫ്ലാഷ് ബാക്ക് ആലോചിക്കും. ചെറുപ്പത്തിൽ എപ്പോഴും സിസ്റ്റർ ലില്ലിയെ കാണുമ്പോൾ ആസ്ത എന്നെ കല്യാണം കഴിച്ചുകൂടെ എന്ന് മാത്രമാണ് ചോദിക്കാറ്. സിസ്റ്റർ ലില്ലി ആണെങ്കിൽ വാട്ടർ പവർ ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ഒരു ഫൈറ്റിന് ശേഷം സിസ്റ്റർ ലില്ലിയുടെ അടുത്തേക്ക് ആസ്തയുടെ ബ്രദർ ആണെങ്കിൽ അവനെ കൊണ്ടുവരികയാണ്. അവനിപ്പോൾ ആസ്തയോട് സോറി പറയും. ഐ എം സോറി, ഞാൻ കാരണമാണ് നിനക്ക് സംഭവിച്ചത്. ഇനി എപ്പോഴും ഞാൻ സ്ട്രോങ് ആയിരിക്കും. ഇനി എല്ലാ അപകടങ്ങളിൽ നിന്നും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാൻ പോകുന്നത് ഞാനായിരിക്കുമെന്ന് ആസ്തയുടെ ബ്രദർ പറയും. ആ സമയം ആസ്തയാണെങ്കിൽ സിസ്റ്ററിനോട് വീണ്ടും എന്നെ വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കും. സിസ്റ്റർ ആണെങ്കിൽ ആ കാര്യങ്ങളെല്ലാം ഓർത്തെടുത്ത് അങ്ങനെ കരയാണ്. ഇവിടെ നമ്മുടെ ആസ്തയും അവൻ്റെ ബ്രദറിനെയും കാണിക്കും. അവർ രണ്ടുപേരും നടന്നു പോകുമ്പോൾ ആസ്തയാണെങ്കിൽ ബ്രദറിനോട് പറയും, ഇവിടെ മുതലേ നമ്മൾ രണ്ടുപേരും രണ്ട് മത്സരാർത്ഥികളാണ്. നമുക്ക് ഇവിടെ മുതൽ നമ്മുടെ മത്സരം അത് ആരംഭിക്കാം. ആരായിരിക്കും ഫസ്റ്റ് ആ ഒരു ബാറ്റിൽ ഫീൽഡിൽ എത്തുക എന്ന് നമുക്ക് നോക്കിയാലോ? അതിന് ബ്രദർ പറയും, നീയോ ഞാനോ ഓടി അവിടെ ഫസ്റ്റ് എത്തിയത് കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. കറക്റ്റ് സമയമാകുമ്പോൾ മാത്രമേ ദ റിയൽ ബാറ്റിൽ മത്സരം അത് തുടങ്ങുകയുള്ളൂ. അത് കേൾക്കുമ്പോൾ ആസ്തയ്ക്കാണെങ്കിൽ ചെറിയൊരു ചമ്മലൊക്കെ തോന്നും. ആസ്തയാണെങ്കിൽ വിട്ടുകൊടുക്കാതെ പറയും, തീർച്ചയായിട്ടും ഞാൻ ഈ മത്സരത്തിൽ ജയിച്ച് എൻ്റെ സിസ്റ്ററിനെ അവരെ ഞാൻ മാരേജ് ചെയ്യുമെന്ന് പറഞ്ഞ് അവനാണെങ്കിൽ അത് ഇമാജിൻ ചെയ്യുകയാണ്. ഒരു അടിപൊളി കുതിരപ്പുറത്ത് ഞാൻ അങ്ങനെ സിസ്റ്ററുമായിട്ട് പറന്നു പോകുമെന്ന് പറയും. അത് കേട്ട് അവൻ്റെ ബ്രദറാണെങ്കിൽ ഈ ആസ്തയെ കളിയാക്കും, നിനക്കതിന് പവർന്നുമില്ലല്ലോ, പിന്നെ നീ എങ്ങനെ പറക്കും? പക്ഷെ അപ്പോഴും ആസ്തയാണെങ്കിൽ വിളിച്ചു പറയും, എനിക്ക് പ്രീമിയർ ഉണ്ട്, അതുപയോഗിച്ച് ഉറപ്പായാലും ഞാൻ പറക്കുമെന്ന് പറഞ്ഞ് അങ്ങനെ ഓടാനായിട്ട് തുടങ്ങും. ആസ്തയുടെ പിന്നാലെ ഇപ്പോൾ അവൻ്റെ ബ്രദർ ഓടുകയാണ്. ഒരുപാട് നേരം ഓടി തളർന്ന് അവരൊരു ഭാഗത്തിരിക്കുമ്പോൾ ആസ്തയാണെങ്കിൽ വീണ്ടും ഓടാൻ തുടങ്ങും. ഉടനെ അവൻ്റെ ബ്രദറാണെങ്കിൽ പിടിച്ചു നിർത്തുകയാണ്. അല്പനേരം റെസ്റ്റ് എടുത്തിട്ട് പോവാം. പിന്നീട് വലിയ മഴയിലും വെയിലിലും ഒക്കെ തന്നെ അവരങ്ങനെ നടക്കും. രാത്രിയിൽ അവർ ഫയറൊക്കെ സെറ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്യും. ആസ്തയാണെങ്കിൽ ഫയറിന്റെ ചോട്ടിൽ പോയി കിടക്കുമ്പോൾ അവന്റെ മുടിയിൽ നൈസായിട്ട് തീ പിടിക്കുകയാണ്. അവിടുന്ന് അങ്ങനെ സീൻ കട്ട് ചെയ്ത നെക്സ്റ്റ് ഡേ വീണ്ടും നമ്മുടെ ആൾക്കാരാണെങ്കിൽ യാത്ര അങ്ങനെ പുനരാരംഭിക്കുകയാണ്. അപ്പോഴായിരിക്കും ആസ്ത തെറ്റായ വഴി ഇപ്പോൾ അവൻ്റെ ബ്രദറിന് പറഞ്ഞു കൊടുക്കുക. ബ്രദർ ആണെങ്കിൽ അവൻ്റെ പവർ കൊണ്ട് ഇപ്പോൾ ആസ്തയോട് പറയും, നീ പറഞ്ഞത് തെറ്റായ വഴിയാണ്, ഇതാണ് ശരിയായ വഴി എന്ന് പറഞ്ഞ് അവനാണെങ്കിൽ ശരിയായ വഴിയിൽ ആസ്തയും കൂട്ടിപ്പോവും. അപ്പോഴാണെങ്കിൽ അവർ പോകുന്ന വഴിയിൽ വലിയ വലിയ പാറകൾ അങ്ങനെ ഉരുണ്ട് വന്ന് വീഴും. ആസ്തയാണെങ്കിൽ ഇപ്പോൾ വലിയ സ്വാഡ് ക്രിയേറ്റ് ചെയ്ത് പാറകളെല്ലാം അടിച്ച് തെറിപ്പിക്കുകയാണ്. ഉടനെ യുവനോ അവൻ്റെ മന്ത്രം ഉപയോഗിക്കാൻ തയ്യാറാവുമ്പോൾ ആസ്ത അവനോട് ചോദിക്കും, നീ എന്തിനാ എൻ്റെ വഴിയിൽ കുറുക്കെ വരുന്നത്? അതിനവൻ പറയും, ഒരിക്കലുമില്ല. ആ പ്രോബ്ലം ഒക്കെ സോൾവ് ചെയ്ത് നമ്മുടെ ആൾക്കാരാണെങ്കിൽ ഒരു നദിയുടെ അടുത്തേക്ക് വന്ന് മീൻ പിടിക്കുകയാണ്. ആസ്തയാണെങ്കിൽ കഷ്ടപ്പെട്ട് ഒരു മീൻ പിടിക്കുമ്പോൾ അവൻ്റെ ബ്രദർ യുവനോ ആണെങ്കിൽ ഒരുപാട് മീനുകൾ പിടിക്കും. ഫുഡൊക്കെ കഴിച്ച് അവരിപ്പോൾ ഡെസേർട്ടിലൂടെ നടക്കുകയാണ്. ആസ്തയാണെങ്കിൽ അവനുണ്ടാക്കിയ ജ്യൂസ് ഇപ്പോൾ ബ്രദറിന് കൊടുക്കും. വെള്ളമാണെന്ന് കരുതി ആ ജ്യൂസ് കടിച്ച് അവൻ ആ ജ്യൂസ് കുടിക്കും. അതിന്റെ ചവർപ്പ് അവന് സഹിക്കാൻ കഴിയാതെ പുറത്തേക്ക് തുപ്പുകയാണ്. ആസ്ത ദേഷ്യപ്പെടും, അതെന്റെ പവർഫുൾ ജ്യൂസാണ്, നീ എന്തിനാ തുപ്പി? അങ്ങനെ ഒരുപാട് ദിവസത്തെ നീണ്ട യാത്രയ്ക്ക് ശേഷം ആ ഒരു ഗ്രാമത്തിന് പുറത്തുള്ള വലിയ കിങ്ഡത്തിലേക്ക് നമ്മുടെ ആൾക്കാർ എത്തിയിരിക്കുകയാണ്. മത്സരം നടക്കുന്ന ആ ബാറ്റിൽ ഫീൽഡിലേക്ക്. ഈ കിങ്ഡം ശരിക്കും അടിപൊളിയായിട്ടുണ്ട്, ഉറപ്പായാലും ഞാനൊരു വിസാർഡ് കിങ്ങായി മാറുമെന്ന് പറഞ്ഞ് ആസ്തയാണെങ്കിൽ ഹാപ്പിയായി ഒരുപാട് സന്തോഷത്തോടു കൂടെ തുള്ളിച്ചാടി ആ കിങ്ഡം ലക്ഷ്യമാക്കി ഓടും. അവന്റെ ബ്രദർ ആണെങ്കിൽ അത് കണ്ട് വണ്ടർ അടിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.